അന്നേരം മറ്റൊരു വീഡിയോക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം കിട്ടി. അത് ഞാൻ ഇങ്ങനെ ഇത് കേട്ട്, പക്ഷെ അതിൻ്റെ പൊരുളെന്താണ്, യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ ഇതുവരെ പോയിട്ട് ഞങ്ങളൊന്ന് കേട്ട് നോക്കി. എന്നിട്ട് പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. നമുക്ക് നേരെ വീഡിയോ പോയാലോ. ഇത്രയും നാളും ഇല്ലാത്ത പുതിയൊരു സംഭവം തുടങ്ങിയിരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജിംനേഷ്യത്തിൽ പെണ്ണുങ്ങൾ പോവാ. ഞാൻ പറഞ്ഞ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വികലമായ ചിന്തയൊന്നും എനിക്കില്ല. ഉസ്താദെ നിങ്ങളത് പറയാം. പക്ഷേ ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ്ഡായ ഒരു സ്ഥലത്താണ് ജിംനേഷ്യത്തിൽ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ കിഴങ്ങന്മാര് വരുന്ന എന്തിനാണെന്നറിയോ? മസിൽ ഉരുട്ടിക്കയറ്റാൻ വേണ്ടിയിട്ടല്ല. പെണ്ണ് ജിംനേഷ്യത്തിൽ സാധനം എടുക്കുമ്പോൾ ത്രസിപ്പിക്കുന്ന അവയവങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നതിന് അതിന്റെ രീതിയിൽ നിങ്ങൾ എടുക്കണം, അതേ രീതിയിൽ നിങ്ങൾ എടുക്കണം. ഈ കൊല്ലം എന്തായാലും പൊരുത്തപ്പെട്ടോളി, വരുന്ന കൊല്ലം വിളിക്കാതിരുന്നാൽ മതി. പക്ഷെ ഒരു കാര്യം അടിവരെ ഇട്ടുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ഈ പെണ്ണിനെ വിടുന്ന വാപ്പ, അല്ലെങ്കിൽ ആ പെണ്ണിനെ വിടുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ആ പെണ്ണിനെ ജിംനേഷ്യത്തിലേക്ക് വിടുന്ന നാണം കെട്ടുപോകുന്ന ഈ കാലഘട്ടത്തിന്റെ വലിയ നവോത്ഥാന നായകന്മാരെന്ന് അവകാശപ്പെടുന്ന യുവാക്കൾ എന്താ ചിന്തിക്കാത്തത്? ഡ്രൈവിങ്ങിന് വിടുകയാണ് ആണുങ്ങളോടൊപ്പം. അവൻ ഗിയർ മാറ്റി എപ്പോഴും ഗിയർ മാറ്റുന്ന ജോലിയേ ഉള്ളവന്. കാരണം അവളെ കയ്യിൽ പിടിക്കാല്ല ഫ്രീ ആയിട്ട്. ഇതൊക്കെ മാറണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാറിയേ പറ്റൂ. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം. വ്യക്തമായി എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ പ്രവാചകന്മാർക്കും അവരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർക്കുമുള്ളൂ. അത് ഉൾക്കൊള്ളാം, ഉൾക്കൊള്ളാതിരിക്കാം, അംഗീകരിക്കാം, തിരസ്കരിക്കാം. ജീവിതത്തിൽ വേണമെങ്കിൽ അതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാം. അതൊക്കെ കേൾവിക്കാരുടെയും അനുവാചകരുടെയും സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്താൻ ഒരിക്കലും ഇസ്ലാം തന്നെ അനുവദിക്കും. ആ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ജിംനേഷ്യത്തിൽ പെണ്ണുങ്ങൾ പോവാ, ആണും പെണ്ണും കൂടെ ഒരുമിച്ച് അവിടെ നിന്നിട്ട് ജിംനേഷ്യത്തിൽ പോയിട്ട് ഇങ്ങനെ ശരീരം ശരിയാക്കാൻ വേണ്ടി പോവാൻ. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിർത്തിക്കോളി. അതുപോലെ ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങളുടെ ഭർത്താവിനോട് പഠിപ്പിച്ചേര്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി ആണുങ്ങൾ മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു സംഘമുള്ള, അങ്ങനെയാണോ? എത്രയോ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതുവഴി പിന്നെ ലൈസൻസ് എടുത്ത് അതുവഴി അങ്ങ് പോവാൻ തിരിച്ചു വരുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്കല്ലേ ഉള്ളത്? പിശാചിന്റെ പാത പിൻപറ്റിക്കൊണ്ട് പടച്ചവനെ മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിൽ എന്നാണോ ശൈത്താനെ നമ്മൾ സംരക്ഷകനാക്കിയത്, ആ നാള് മുതൽ തുടങ്ങി നമ്മുടെ അപജയം, ആ നാള് മുതൽ തുടങ്ങി നമ്മുടെ പരാജയം. അല്ലാഹ് പറയുന്നു, അതാണ് ഏറ്റവും വലിയ സ്പഷ്ടമായ നഷ്ടവാളികളിൽ ഒന്നാമനെന്ന്.